ഇന്ന് രാവിലെ ഞാൻ മീൻ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയിരുന്നു. ഇഷ്ടം പോലെ മീനുണ്ടായിരുന്നു. ലാഭത്തിന് കുറച്ച് നത്തോലി അയലയൊക്കെ കിട്ടി. അതുകൊണ്ട് ഇന്ന് ഞാൻ നത്തോലി പീരയാണ് വെക്കാൻ പോകുന്നത്. നമുക്ക് നത്തോലി പീരയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, 3-4 വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ആദ്യം നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി, കാന്താരി മുളക്, ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 2-3 കുടംപുളി, എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. തിരുമ്മി വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ നന്നായി അരപ്പിലേക്ക് ഇട്ട് തിരുമുക. മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം മതി, നത്തോലി പെട്ടെന്ന് വെന്ത് കിട്ടും. അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഒന്ന് തുറന്ന് നോക്കാം. വെള്ളം ഇത്തിരി കൂടെ വറ്റാനുണ്ട്. ഉപ്പ് കുറച്ച് കുറവാണ്, അല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഇത് കുടംപുളിക്ക് പകരം മാങ്ങയോ ഇരുമ്പൻ പുളിയോ ഇട്ട് കറി വയ്ക്കാം. ഇതിൽ കാന്താരിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാത്രം വയ്ക്കുന്നവരും ഉണ്ട്, മുളക് പൊടിയും പച്ചമുളകും എല്ലാം ചേർത്ത് വെക്കുന്നവരും ഉണ്ട്. ഇതിപ്പം ഞാൻ മുളക് പൊടിയും കാന്താരിയുമാണ് ചേർത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് മീനിനകത്ത് സ്പൂണിട്ട് ഇളക്കരുത്, മീൻ വല്ലാതെ ഉടഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് ചട്ടി എടുത്തൊന്നും മറിച്ച് വയ്ക്കുക. ഇങ്ങനെ കുലുക്കി മറിക്കേ ചെയ്യാവുള്ളൂ. ഒത്തിരി തവിയിട്ട് ഇളക്കിയാൽ അത് ഉടഞ്ഞു പോകും. ഇതിൽ തേങ്ങ അരയ്ക്കാതെയും ചേർക്കാം കേട്ടോ. തേങ്ങ ചിരകി എടുത്തിട്ട് നമ്മൾ കൈ വെച്ച് തിരുമ്മി അങ്ങ് മീനിൻ്റെ കൂടെ ചേർത്തും വെക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ നത്തോലി പീര റെഡി ആയിട്ടുണ്ട്. ഉലകത്തിൽ ഒരേ ഒരു സ്വർഗം, അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം. കേരള ഫുഡ് മാർക്കറ്റ്, കേരള ഫുഡ് മാർക്കറ്റ്.